ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഫെബ്രുവരി 22 കേരാഫെഡിൻ്റെ അക്കൗണ്ടൻറ്റിൻ്റെ എക്സാം ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ കേരള ബാങ്കിൻ്റെ സെയിം സിലബസ് തന്നെയാണ് കേരാഫെഡിനും പറഞ്ഞിരിക്കുന്നത്. കമ്പ്യൂട്ടറിന് മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള എന്നുള്ളതാണ്. അതിൽ ഷോർട്ട് ടേം മീഡിയം ടേം ക്രെഡിറ്റ് സ്ട്രക്ചറുകളും UCBs, പിന്നെ നമ്മുടെ നാഫെഡ്, മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, ഡയറി കോപ്പറേറ്റീവ്സ്, ഫിഷറി കോപ്പറേറ്റീവ്സ്, പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, ഹൗസിംഗ് സൊസൈറ്റീസ്, കൺസ്യൂമർ സൊസൈറ്റീസ്, പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്, അതിനെയൊക്കെ പറ്റിയിട്ടാണ് ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ അടുത്ത നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ആൻഡ് വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും നാഫെഡ്, ഇഫ്കോ, ക്രിപ്കോ, നബാർഡ്, NDDB, NCDC, ഹൗസിംഗ് ബാങ്ക്, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ചോദിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കേരള ബാങ്കിൻ്റെ സെയിം സിലബസ് ആയിരുന്നു. അപ്പോൾ കേരള ബാങ്കിൽ നിന്ന് ചോദിച്ച് ആ എക്സാമിന് ഉണ്ടായിരുന്ന ഈ ഭാഗങ്ങളിൽ നിന്നുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസും, പിന്നെ അതുപോലെ തന്നെ അതിന് മുമ്പ് നടന്ന JCAയുടെ എക്സാമിന് ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഓപ്ഷൻ എ പാക്സ്, ഓപ്ഷൻ ബി DCB, ഓപ്ഷൻ സി KSCB, ഓപ്ഷൻ ഡി നബാർഡ്. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, പാക്സ്. പാക്സ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് യൂഷ്വലി ക്രിയേറ്റഡ് ബൈ ഓപ്ഷൻ എ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ ബി മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ സി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ ഡി ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതല്ലാതെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരെണ്ണമാണ് ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്നുള്ളത്. ഈ മാർക്കറ്റിംഗ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് പ്രിവൈലിംഗ് ആ മാർക്കറ്റ് പ്രൈസിൽ തന്നെ, അപ്പോഴുള്ള മാർക്കറ്റ് പ്രൈസിൽ തന്നെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ സാധനങ്ങൾ വാങ്ങും. അതേ മാർക്കറ്റിൽ വിലയുള്ളത്, മാർക്കറ്റിൽ ഏതിനാണോ വില, എത്രയാണോ വില, ആ വിലയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ക്യാഷും കൊടുക്കും. ആ സമയത്ത് തന്നെയാണ് ക്യാഷ് കൊടുക്കുന്നത്. അങ്ങനെ ക്യാഷ് കൊടുത്ത് മാർക്കറ്റ് പ്രൈസ് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങും. അതിനെയാണ് നമ്മൾ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റത്തിൻ്റെ അതുമൂലമുണ്ടാകുന്ന നഷ്ടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള ഒരു കരുതൽ പോലെ അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റവും പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടും മാർക്കറ്റിംഗ് സൊസൈറ്റി ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഈസ് അറ്റ് ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി തൃശ്ശൂർ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, കൊച്ചി അല്ലെങ്കിൽ എറണാകുളം എന്ന് വരും. അതാണ് നമ്മുടെ ഹൗസിംഗ് ഫെഡറേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ എ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ ബി സ്റ്റോക്ക് റെക്കോർഡ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ സി സ്റ്റോക്ക് റെക്കോർഡ്സ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ ഡി ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് വിത്ത് ദ ഡേ ബുക്ക്. ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം ഇതിൽ ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റോക്ക് റെക്കോർഡ്സ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. സ്റ്റോക്ക് റെക്കോർഡ്സ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം. കൺസ്യൂമർ കോപ്പറേറ്റീവ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രിൻറ്റിംഗ് വിങ്സ് ഓഫ് സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് നോൺ as ഓപ്ഷൻ എ NBS, ഓപ്ഷൻ ബി SP പ്രസ്, ഓപ്ഷൻ സി ഇന്ത്യ പ്രസ്, ഓപ്ഷൻ ഡി പ്രസ് ഇന്ത്യ.
സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി എസ് പി സി എസിൻ്റെ പ്രിൻറ്റിംഗ് വിങ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്ത്യ പ്രസ്. എസ് പി സി എസിൻ്റെ പ്രസ്സാണ് ഇന്ത്യ പ്രസ് എന്ന് പറയുന്നത്. ഈ NBS എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ബുള്ളറ്റിനാണ് കേട്ടോ. നമ്മുടെ NBS ബുള്ളറ്റിൻ, എസ് പി സി എസിൻ്റെ ബുള്ളറ്റിനാണ് NBS ബുള്ളറ്റിൻ. എസ് പി സി എസിൻ്റെ പ്രസ്സാണ് ഇന്ത്യ പ്രസ് എന്ന് പറയുന്നത്. അത് രണ്ടും മാറിപ്പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NCDC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഓപ്ഷൻ എ 1953, ഓപ്ഷൻ ബി 1958, ഓപ്ഷൻ സി 1961, ഓപ്ഷൻ ഡി 1963. NCDC എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1963. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് എ സ്കീം ഓഫ് ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി NDDB, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി നാഫെഡ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ത് സ്കീമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് കൊണ്ടുവന്നത്? ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, NDDB, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആണ്. മിൽക്ക് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. കൊണ്ടുവന്നത് NDDB. അടുത്ത ക്വസ്റ്റ്യൻ, സെസ് ഫണ്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓപ്ഷൻ എ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ ബി ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ സി ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ ഡി കയർ കോപ്പറേറ്റീവ്സ്. സെസ് ഫണ്ട് എന്ന് പറയുന്നത് ഫോർ എന്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ്. സെസ് ഫണ്ട് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് സെസ് ഫണ്ട്. അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ് ആണ്. പിന്നെ ഇവർ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് ഒരു ഫണ്ടും കൂടെ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടി ഒരു ഫണ്ടും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത്? ത്രിഫ്റ്റ് ഫണ്ട്. ഓക്കെ, അപ്പോൾ ത്രിഫ്റ്റ് ഫണ്ടും സെസ് ഫണ്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ് ആണ്. അതിൽ സെസ് ഫണ്ട് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനും ത്രിഫ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫോർമേഷനും വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്രിപ്കോ വാസ് ഫൗണ്ടഡ് ഇൻ ഓപ്ഷൻ എ 1975, ഓപ്ഷൻ ബി 1980, ഓപ്ഷൻ സി 1982, ഓപ്ഷൻ ഡി 1988. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1980. 1980 ക്രിപ്കോ വന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ എൻഗേജ്ഡ് ഇൻ ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ ഇൻ കോപ്പറേറ്റീവ് സെക്ടർ? ഓപ്ഷൻ എ ഇഫ്കോ ആൻഡ് ഫാക്ട്, ഓപ്ഷൻ ബി ക്രിപ്കോ ആൻഡ് ഫാക്ട്, ഓപ്ഷൻ സി ഇഫ്കോ ആൻഡ് ക്രിപ്കോ, ഓപ്ഷൻ ഡി ഇഫ്കോ ആൻഡ് നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്. ഇതിൽ ഫെർട്ടിലൈസർ പ്രൊഡക്ഷനിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സെക്ടറിലുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കോപ്പറേറ്റീവ് സെക്ടറിൽ ഫെർട്ടിലൈസർ പ്രൊഡക്ഷനിൽ എൻഗേജ് ചെയ്തിരിക്കുന്നവർ ഇഫ്കോ FACT, ക്രിപ്കോ FACT, ഇഫ്കോ ആൻഡ് ക്രിപ്കോ കൊടുത്തിട്ടുണ്ട്. ഇഫ്കോ ആൻഡ് നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് കൊടുത്തിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇഫ്കോ ക്രിപ്കോ. ഇവർ ചോദിച്ചിരിക്കുന്നത് കോപ്പറേറ്റീവ് ഫീൽഡിൽ, കോപ്പറേറ്റീവ് സെക്ടറിലുള്ളത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? ഇഫ്കോയും ക്രിപ്കോയും ആണ്. ഇന്ത്യൻ ഫാർമർ ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്, ക്രിപ്കോ കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. PSC എക്സാം ആയത് കാരണം എല്ലാത്തിലും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഈസ് ആർ ടു ബി മെറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് പർച്ചേസ് ഓഫ് ഷെയർസ് ബൈ സൊസൈറ്റി യൂസിങ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഓർ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്? ഇതിൽ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടുമായിട്ട് അത് നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഈ കണ്ടീഷൻസ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, പ്രിയർ ഗവൺമെൻറ് അപ്രൂവൽ ഇൻ റൈറ്റിംഗ്. രണ്ടാമത്തത്, ലയബിലിറ്റി ഷുഡ് ബി ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എമൗണ്ട് പെയ്ഡ് ഓഫ് സച്ച് ഷെയർസ്. മൂന്നാമത്തത്, ഗവൺമെൻറ് അപ്രൂവൽ ഈസ് ടു ബി സോട്ട് വിത്തിൻ ടൈം ഗിവൺ. അടുത്തത്, ലയബിലിറ്റി ഓഫ് സൊസൈറ്റി ഹൂസ് ഷെയർസ് ആർ ബോട്ട് മേ ബി ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ് ബട്ട് വിത്ത് ഗവൺമെൻറ് അപ്രൂവൽ.
ഓപ്ഷൻ എ 1 and 2 ഓൺലി, ഓപ്ഷൻ ബി 2 and 3 ഓൺലി, ഓപ്ഷൻ സി 2 ഓൺലി, ഓപ്ഷൻ ഡി 4 ഓൺലി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1 and 2 ഓൺലി. അതായത് പ്രിയർ ഗവൺമെൻറ് അപ്രൂവൽ ഇൻ റൈറ്റിംഗ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ PSPF, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, SSPF, ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഉപയോഗിക്കുന്നത് പർച്ചേസ് ഓഫ് ഷെയർസിന് വേണ്ടിയിട്ടാണ് സൊസൈറ്റി ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ കണ്ടീഷൻസ് അവർക്ക് അതിൽ നോക്കണം? പ്രിയർ ഗവൺമെൻറ് അപ്രൂവൽ ഇൻ റൈറ്റിംഗ്. ഈ രണ്ട് ഫണ്ടുകളും ഉപയോഗിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ പ്രിയർ അപ്രൂവൽ വേണം. പിന്നെ ലയബിലിറ്റി ഓഫ് സൊസൈറ്റി, പിന്നെ അതുപോലെ തന്നെ ലയബിലിറ്റി ഷുഡ് ബി ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് എമൗണ്ട് പെയ്ഡ് ഓഫ് സച്ച് ഷെയർസ്. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള സംഘങ്ങളിൽ നിന്ന് മാത്രമേ ഷെയർസ് എടുക്കാൻ പറ്റുള്ളൂ. ഈ PSPFും SSPF ഉപയോഗിച്ച് നമ്മൾ ഷെയർ ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഈ PSPF എന്ന് പറയുന്നത് നമ്മുടെ അപ്പെക്സ് ബാങ്ക് കീപ്പ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. അവരത് ഉപയോഗിക്കുന്നത് DCBയിൽ നിന്ന് ഷെയർസ് പർച്ചേസ് ചെയ്യാനും പിന്നെ ബാക്കിയുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് തിരിച്ചടയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവരത് DCBകൾക്ക് കൊടുക്കുന്നത്. PSPF. DCB സൂക്ഷിക്കുന്ന ഫണ്ടാണ് SSPF എന്ന് പറയുന്നത്, സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. അത് അവർ ഉപയോഗിക്കുന്നത് എന്താണ്, ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള പ്രൈമറി കോപ്പറേറ്റീവ്സിൽ നിന്ന് ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ബാങ്കിലേക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടും അവരത് SSPFിലുള്ള ഫണ്ടുകൾ അവർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്താ, ലിമിറ്റഡ് ലയബിലിറ്റിയിലുള്ള സംഘങ്ങളിൽ നിന്ന് മാത്രമേ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഫണ്ട് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ DCB ഇല്ല. ശരിക്കും ഇപ്പോൾ ഉള്ളത് നമ്മുടെ PSPF മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കീപ്പ് ചെയ്യുന്ന പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉള്ളൂ. DCB ഇല്ലാത്തത് കാരണം ഇപ്പോൾ SSPFും ഇല്ല. ഓക്കെ, അപ്പോൾ ആൻസർ 1 and 2 ഓൺലി ആണ്. അത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളതിൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോടെ എടുക്കാം എന്നാണ് ഈ 4th സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ലിമിറ്റഡ് അൺലിമിറ്റഡ് അങ്ങനെ രണ്ടെണ്ണത്തിൽ നിന്നും അങ്ങനെ എടുക്കാൻ അൺലിമിറ്റഡിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ലിമിറ്റഡ് സൊസൈറ്റിയിൽ നിന്ന് മാത്രമാണ് ഷെയർ എടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റിലേറ്റഡ് ടു നേച്ചർ ഓഫ് സ്റ്റേറ്റഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. You are required to identify the incorrect statements related to source of fund available to cooperatives given below. ഇതിൽ സ്റ്റേറ്റഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ ഗവൺമെൻറ് മേ സബ്സ്ക്രൈബ് ടു ഷെയർ ക്യാപിറ്റൽ ഓഫ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി. ഗവൺമെൻറ് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സംഘങ്ങളിൽ നിന്നാണ് ഷെയർ എടുക്കുന്നത്. അടുത്തത്, ഗവൺമെൻറ് ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഓഫ് എനി സച്ച് സൊസൈറ്റീസ്. ഗവൺമെൻറ്റിന് ഡിവിഡൻഡ് ഒന്നും ലഭിക്കുന്നില്ല എന്ന് സൊസൈറ്റിയിൽ നിന്ന്. ദ ഗവൺമെൻറ് മേ പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു എ സൊസൈറ്റി ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അടുത്തത്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഈസ് പ്രൊവൈഡഡ് ബൈ അപ്പെക്സ് സൊസൈറ്റീസ് ടു സെൻട്രൽ സൊസൈറ്റീസ്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് അപ്പെക്സ് സൊസൈറ്റികൾ സെൻട്രൽ സൊസൈറ്റികൾക്ക് കൊടുക്കുന്നു. ഇതിൻ്റെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. സെക്കൻഡ് വണ്ണും ആൻഡ് 4th വണ്ണും, ഇത് രണ്ടെണ്ണമാണ് ഇൻകറക്റ്റ്. ഓക്കെ, അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഗവൺമെൻറ്റിന് ഡിവിഡൻഡ് ഒന്നും കിട്ടുന്നില്ല എന്നാണ്. അത് തെറ്റാണ്. ഗവൺമെൻറ് ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. പിന്നെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഈസ് പ്രൊവൈഡഡ് ബൈ അപ്പെക്സ് സൊസൈറ്റീസ് ടു സെൻട്രൽ സൊസൈറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത് അപ്പെക്സ് സൊസൈറ്റീസ് കീപ്പ് ചെയ്യുന്ന ഫണ്ടാണ്. ഗവൺമെൻറ്റാണ് അതവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഗവൺമെൻറ് ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് നേരെ അപ്പെക്സ് സൊസൈറ്റികൾക്ക് ഈ ഫണ്ട് കൊടുക്കുന്നു. അപ്പെക്സ് സൊസൈറ്റികളാണ് ഇത് കീപ്പ് ചെയ്യുന്നത്. ആൻഡ് അപ്പെക്സ് സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റികൾക്ക് കൊടുക്കുന്ന ഫണ്ടാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്.
പിന്നെ ഇത് പറയുന്നത് ഗവൺമെൻറ് മേ പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സൊസൈറ്റി ടു പർച്ചേസ് ഓഫ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഗവൺമെൻറ് നമ്മുടെ സൊസൈറ്റികൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തിട്ട് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള ഏതെങ്കിലും സംഘങ്ങളിൽ നിന്ന് ഷെയർ എടുത്തോളാൻ പറയും. അതാണ് ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്നും പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ് മെയിൻലി ഫോർ പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു അൺസ്കിൽഡ് വർക്കേഴ്സ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയയിലെ അൺസ്കിൽഡ് വർക്കേഴ്സിന് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റി ഏതാണെന്ന്. ഓപ്ഷൻ എ വനിതാ കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ ബി ടൂറിസം കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ സി ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ്, ഓപ്ഷൻ ഡി കോപ്പറേറ്റീവ് പ്രിൻറ്റിംഗ് പ്രസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് ആണ്. ഓക്കെ, ഇനി അടുത്തതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ഒബ്ജക്റ്റീവ്സ് ഓഫ് റെയ്ഡ്കോ. റെയ്ഡ്കോയുടെ ഒബ്ജക്റ്റീവ്സ് ഏതാണെന്ന്. റെയ്ഡ്കോ എന്ന് പറയുന്ന റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് റെയ്ഡ്കോ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് ടു സപ്ലൈ അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ് ടു അഗ്രികൾച്ചറിസ്റ്റ് അറ്റ് റീസണബിൾ പ്രൈസ്, ടു ഓർഗനൈസ് റിപ്പയർ ആൻഡ് സർവീസ് സെൻറ്റേഴ്സ്, ടു സപ്ലൈ ഓഫ് അഗ്രികൾച്ചറൽ സ്പെയർ പാർട്സ് ആൻഡ് ഇൻപുട്സ്, ടു ഓർഗനൈസ് ഫ്രൂട്ട് പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇതിൽ റെയ്ഡ്കോയുടെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 ഓൺലി, ഓപ്ഷൻ ബി 1, 2 and 3, ഓപ്ഷൻ സി 1, 2, 3 and 4, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2, 3 and 4. ഇത് എല്ലാം റെയ്ഡ്കോയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ് റീസണബിൾ പ്രൈസിൽ അഗ്രികൾച്ചറിസ്റ്റിന് കൊടുക്കുക, റിപ്പയർ സർവീസ് ആൻഡ് സർവീസ് സെൻറ്റേഴ്സ്, പിന്നെ അഗ്രികൾച്ചറൽ സ്പെയർ പാർട്സ് ആൻഡ് ഇൻപുട്സ് സപ്ലൈ ചെയ്യുക, ഫ്രൂട്ട് പ്രോസസ്സിംഗ് യൂണിറ്റ് ഓർഗനൈസ് ചെയ്യുക. ഇതെല്ലാം റെയ്ഡ്കോയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ കുറേ എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ പല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഓർഗനൈസേഷൻസിൻ്റെ എല്ലാം ഒരു 4 ഇതുപോലെ ഒബ്ജക്റ്റീവ്സ് വന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് മിക്കവാറും ചോദിക്കാറുണ്ട് എല്ലാ എക്സാമിനും. ഇതുപോലെ നമ്മുടെ കോപ്പറേറ്റീവ് ഫീൽഡിൽ നിന്ന് ഇങ്ങനെ PSCയുടെ എക്സാംസ് നടത്തുമ്പോൾ അതിൽ മിക്കവാറും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ്. വിച്ച് ആർ ദ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്? ഷെയർ ക്യാപിറ്റൽ, എൻട്രൻസ് ഫീ, റിസർവ് ഫണ്ട്, ഗ്രാൻറ്റ്സ് ആൻഡ് സബ്സിഡീസ് ഫ്രം ഗവൺമെൻറ്. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 1 and 2, ഓപ്ഷൻ സി 1 ഓൺലി, ഓപ്ഷൻ ഡി 1, 2, 3 and 4. ഇതിൽ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1, 2 and 3. ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റലും എൻട്രൻസ് ഫീസും റിസർവ് ഫണ്ടുമാണ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. വിച്ച് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, DCB. DCBയുടെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ടു പ്രൊവൈഡ് ലോൺ ടു അഫിലിയേറ്റഡ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ടു അറേഞ്ച് ഫോർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് അഫിലിയേറ്റഡ് സൊസൈറ്റീസ്, ടു മെയിൻറ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, ടു ഓപ്പൺ ബ്രാഞ്ചസ് ഓഫ് ദ ബാങ്ക്. ഇതിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ അഫിലിയേറ്റഡ് സൊസൈറ്റികളെ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ചെയ്യുക, പിന്നെ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് DCB ക്രിയേറ്റ് ചെയ്തതാണ്, അതിൽ യൂട്ടിലൈസ് ചെയ്യുക, പിന്നെ ഓപ്പൺ ബ്രാഞ്ചസ്. ഇതിൽ DCBയുടെ ഒബ്ജക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 and 2 ഓൺലി, ഓപ്ഷൻ ബി 1, 2, 3 and 4, ഓപ്ഷൻ സി 1, 2 and 3, ഓപ്ഷൻ ഡി 3 and 4 ഓൺലി. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2, 3 and 4. ഇത് എല്ലാം DCBയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് PCARDB, പീക്കാർഡ് ബാങ്ക്. പീക്കാർഡ് ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. ടു പ്രൊമോട്ട് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, ടു ലെൻഡ് ഓൺ സെക്യൂരിറ്റി ഓഫ് ഫിക്സഡ് അസറ്റ്,
പർച്ചേസ് ഓഫ് മെഷീനറി ടു പ്രൊവൈഡ് ലോൺസ് ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഓപ്ഷൻ എ 1 and 2 only. ഓപ്ഷൻ ബി 1, 2, 3 only. ഓപ്ഷൻ സി 2 and 3 only. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. ഇതിൽ PCARDBയുടെ ഫങ്ഷൻസ്: മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുക, ഫിക്സഡ് അസറ്റിനെ സെക്യൂരിറ്റീസ് ആയിട്ട് വെച്ചിട്ട് ലോൺസ് ലെൻഡ് ചെയ്യുക, മെഷീനറീസ് പർച്ചേസ് ചെയ്യുക, ലോൺ ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ലോൺ കൊടുക്കുക. ഇത് എല്ലാം പീക്കാർഡ് ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. അടുത്ത ക്വസ്റ്റ്യൻ: ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ്. ദ ഫോളോയിങ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് NAFED. To organize, promote and develop marketing, processing and storage of agricultural product. Marketing, processing, storage of agricultural product, distribution of agricultural machinery, inter and intrastate import and export trade, to undertake marketing research. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചറൽ മെഷീനറി ഉണ്ട്, പിന്നെ ഇമ്പോർട്ടും എക്സ്പോർട്ടും നടത്തുന്നത്. NAFED എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്, പിന്നെ മാർക്കറ്റിംഗ് റിസർച്ച്. അപ്പോൾ ഇതെല്ലാം എന്താണ്? NAFEDൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. 1, 2, 3, 4 ഇതെല്ലാം NAFEDൻ്റെ ഒബ്ജക്റ്റീവാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ദ പവർ ഓഫ് NCDC ഇൻക്ലൂഡ്. NCDC നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ്. അഡ്വാൻസ് ലോൺസ്, ഗ്രാൻറ്റ്സ് ആൻഡ് സബ്സിഡീസ് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ഫിനാൻസിങ് കോപ്പറേറ്റീവ്സ്. Provide loans and grants directly to the national level cooperative organizations. Participate in the share capital of national level cooperative organizations. Help the long-term credit institutions. Option A 1, 2, 3 and 4. Option B 1 and 2 only. Option C 2 and 4 only. Option D 1 only. NCDCയുടെ ഇതിൽ ലോൺസും ഗ്രാൻസും സബ്സിഡീസും സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ഫിനാൻസിങ് കോപ്പറേറ്റീവ്സ്. പിന്നെ അടുത്തത് പ്രൊവൈഡ് ലോൺസ് ആൻഡ് ഗ്രാൻസ്, അത് ഡയറക്റ്റായിട്ട് നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് കൊടുക്കുന്നു. പിന്നെ പാർട്ടിസിപ്പേറ്റ് ഇൻ ഷെയർ ക്യാപിറ്റൽ, നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ്റെ ഷെയർ ക്യാപിറ്റലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പിന്നെ ലോങ് ടേം ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1, 2, 3 and 4. ഇത് എല്ലാം എന്താണ്? പവേഴ്സ് ഓഫ് NCDC ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ ദ കൺട്രി ഫോർ സപ്പോർട്ടിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്ന ബാങ്ക്. ആൻസർ ഓപ്ഷൻ എ NDDB, ഓപ്ഷൻ ബി NCDC, ഓപ്ഷൻ സി NABARD, ഓപ്ഷൻ ഡി NAFED. ആൻസർ ഓപ്ഷൻ സി ആണ്, NABARD. ഈ റൂറൽ ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാലും മിക്കവാറും ആൻസർ എന്ന് പറയുന്നത് NABARD തന്നെയായിരിക്കും, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. വന്നതെന്നാ 1982 ജൂലൈ 12-നാണ് NABARD വന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ബി ശിവരാമൻ കമ്മിറ്റിയാണ് ഇത് റെക്കമെൻഡ് ചെയ്ത, അല്ലെങ്കിൽ ക്രാഫിക്കാർഡ് കമ്മിറ്റി. ഓക്കെ. NABARDനെ പറ്റി നന്നായിട്ട് പഠിച്ചിട്ട് പോകാം. NABARDനെ പറ്റി മിക്കവാറും എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: ദ സർവീസസ് ഓഫേർഡ് ബൈ NCHF. NCHF എന്ന് പറഞ്ഞാൽ നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ആണ് NCHF. ഇതിൽ സർവീസ് NCHF ഓഫർ ചെയ്യുന്ന സർവീസുകൾ: ഗൈഡിങ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ദ മാറ്റർ ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് ഹൗസിംഗ് ഫെഡറേഷൻ. ഹൗസിംഗ് ഫെഡറേഷൻ്റെ സെറ്റിംഗ് അപ്പ്. പിന്നെ അടുത്തത് പ്രൊവൈഡിങ് എ കോമൺ ഫോറം ടു മെമ്പർ ഫെഡറേഷൻസ് ടു എക്സാമിൻ പ്രോബ്ലംസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. അടുത്തത് അസിസ്റ്റിംഗ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ ജനറൽ ഇൻഷുറൻസിന് അസിസ്റ്റ് ചെയ്യുക. അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജസ് ഇൻ ഓർഗനൈസിംഗ് കോഴ്സസ് ആസ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. ഓപ്ഷൻ എ 1 ഓൺലി, ഓപ്ഷൻ ബി ഓൾ ഓഫ് ദ എബവ്, ഓപ്ഷൻ സി 1, 2 and 3 ഓൺലി, ഓപ്ഷൻ ഡി 2 ഓൺലി. ഇതിൽ NCHFൻ്റെ സർവീസസുകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓൾ ഓഫ് ദ എബവ്. NCHFൻ്റെ സർവീസസിൽ ഇതെല്ലാം പെടും. ഇതെല്ലാം NCHFൻ്റെ സർവീസസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് അവർ കൺട്രീസ് ലീഡിംഗ് ഫെർട്ടിലൈസർ പ്രൊഡ്യൂസർ ഇൻ കോപ്പറേറ്റീവ് സെക്ടർ? ഓപ്ഷൻ എ ഇഫ്കോ, ഓപ്ഷൻ ബി ക്യാംകോ, ഓപ്ഷൻ സി നാഫെഡ്, ഓപ്ഷൻ ഡി റെയ്ഡ്കോ. ഇതിൽ ഫെർട്ടിലൈസർ പ്രൊഡ്യൂസർ, കോപ്പറേറ്റീവ് സെക്ടറിലെ ഫെർട്ടിലൈസർ പ്രൊഡ്യൂസർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഇഫ്കോ. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് ഇഫ്കോ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസർ പ്രൊഡ്യൂസിങ്ങിൽ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന കോപ്പറേറ്റീവ് സെക്ടറിലുള്ളതാണ് ഇഫ്കോ. ഓക്കെ, പിന്നെ ഇവർ നടത്തുന്നതാണ് കിസാൻ സേവ ട്രസ്റ്റ്, കിസാൻ സേവാ ഫണ്ട്, പിന്നെ കിറ്റ്, കിസാൻ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് നടത്തുന്നുണ്ട്. ഓക്കെ, അടുത്തത്, വിച്ച് വൺ ഈസ് ദ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിലെ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി NDDB, ഓപ്ഷൻ സി നാഫെഡ്, ഓപ്ഷൻ ഡി നബാർഡ്. ആൻസർ ഓപ്ഷൻ സി ആണ്, നാഫെഡ്. നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് നാഫെഡ് ആണ്. നാഫെഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ നാഷണൽ ലെവൽ ഫെഡറേഷൻ ആണ് കേട്ടോ. പിന്നെ NDDB അറിയാം, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. NCDC നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇതിൻ്റെ ആൻസർ നാഫെഡ് ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ കേരഫെഡിൻ്റെ എക്സാമിന് വരുന്ന മൂന്നാമത്തെയും നാലാമത്തെയും ചാപ്റ്ററിൽ, അതായത് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള എന്നുള്ളതും മാനേജ്മെൻറ്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ്, ആ രണ്ട് ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്